നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മള് ഫസ്റ്റ് മോഡ്യൂള് തീർന്നു അല്ലേ? നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് സെക്കൻഡ് മോഡ്യൂളില് എന്തൊക്കെയാ നോക്കിയിരുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ സെക്കൻഡ് മോഡ്യൂളില് നമുക്ക് പഠിക്കാനുള്ളത് ഡൈവേർഷൻ ഹെഡ് വർക്കിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് ഈ ഡൈവേർഷൻ ഹെഡ് വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അല്ലേ? എന്തായിരുന്നു ഡൈവേർഷൻ ഹെഡ് വർക്ക്? റിവറിലൂടെ പോകുന്ന വെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക കനാലിലേക്ക് അല്ലേ? നമ്മുടെ പുഴയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടാവും, ആ വെള്ളം കനാലിലേക്ക് കൊടുക്കണം. നമുക്ക് ഇറിഗേഷന് വേണ്ടിയും ഒക്കെ നമ്മൾ വെള്ളം കനാലിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ ആ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ റിവറിന് അക്രോസ് ആയി ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ഹെഡ് വർക്ക് എന്ന് പറയാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ് വർക്ക് നോക്കിയിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു രണ്ട് ടൈപ്പ് ഓഫ് ഹെഡ് വർക്ക്സ്? സ്റ്റോറേജ് ഹെഡ് വർക്ക്, ഡൈവേർഷൻ ഹെഡ് വർക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഇപ്പൊ സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചർ, അതാണ് സ്റ്റോറേജ് ഹെഡ് വർക്ക്. പിന്നെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയാം. ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക, ഈ വാക്ക് പോലെ തന്നെ ആണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക, കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. അപ്പൊ ആ രണ്ട് ഹെഡ് വർക്ക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ their suitability under different conditions അല്ലെ? സ്യൂട്ടബിൾ സൈറ്റ്, എങ്ങനെയാണ് ഒരു നല്ല ഡൈവേർഷൻ ഹെഡ് വർക്കിന് വേണ്ട സ്ഥലം കണ്ടെത്തുക. നമുക്കറിയാം, പുഴ എന്ന് പറയുമ്പോൾ വലിയ പുഴയാണ് അല്ലെ? നീണ്ടു കിടക്കുകയാണ്. അതിലെവിടെയാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കുറച്ച് ക്രൈറ്റീരിയാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ അതെന്തൊക്കെയാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു അല്ലെ? ഫാക്ടേഴ്സ് ഫോർ സ്യൂട്ടബിൾ സൈറ്റ് ഓഫ് സെലക്ഷൻ ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, അതൊക്കെ നമ്മൾ നോക്കിയതാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ ലേഔട്ട് ഓഫ് ഡൈവേർഷൻ വർക്കാണ്. അതായത് എന്താണ്, ഓരോ കോമ്പണന്റ് പാർട്ടുകളും, കോമ്പണന്റ് പാർട്സ്, ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ഓരോ പാർട്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ പാർട്സ് ഉണ്ട്, അത് എന്തിനൊക്കെയാണ് ഉപയോഗം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പൊ കോമ്പണന്റ് പാർട്സ് ഓഫ് ഡൈവേർഷൻ വർക്ക്സ്. അപ്പൊ ഒരു ഡൈവേർഷൻ വർക്ക്, അപ്പൊ ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നതാണ് ഡൈവേർഷൻ വർക്ക്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു ഫിഗർ മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഓരോ പാർട്സിനെ കുറിച്ചും പഠിക്കാം. ഓക്കെ, ഇത് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം, പക്ഷേങ്കിൽ എളുപ്പമാണ്, മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഓരോന്നായി പറഞ്ഞു തരാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതാണ് നമ്മുടെ റിവർ, ഇതാണ് പുഴ. ഓക്കെ, പുഴയുടെ റിവർ ഫ്ലോ കണ്ടോ? റിവറിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്, അതായത് പുഴ ഇങ്ങനെയാണ് ഒഴുകുന്നത്, മേലേന്ന് താഴേക്ക്. ഈ ഡയറക്ഷനിലാണ് നമ്മുടെ പുഴ ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ ഈ പുഴ ഒഴുകുമ്പോ അതിന് കുറുകെ അല്ലെ, അക്രോസ് ആയി വെക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈവേർഷൻ വർക്ക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കുറുകെ കൺസ്ട്രക്ട് ചെയ്ത ഈ ഒരു സ്ട്രക്ചറിന്റെ ഓരോ പാർട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാർട്ടാണ് വിയർ. വിയർ ഓർ ആൻ ആനിക്കട്ട്. വിയറിനെ തന്നെയാണ് നമ്മൾ ആനിക്കട്ട് എന്ന് പറയാ. ചില സ്ഥലങ്ങളിൽ വിയറിനെ വിളിക്കുന്ന പേരാണ് ആനിക്കട്ട്. ഓക്കെ, അപ്പൊ ഈ വിയർ എന്ന് വെച്ചാൽ നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന, ഇപ്പൊ ഇതാണ് നമ്മുടെ റിവർ, ആ റിവറിന് അക്രോസ് ആയി കൺസ്ട്രക്ട് ചെയ്യുന്ന ആ വലിയ മേസൻട്രി സ്ട്രക്ചർ,
ഇപ്പൊ നിങ്ങൾ ഒരു ഡാമിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ലേ, ഇപ്പൊ ഡാമില് എന്താണ് സ്പിൽവേസ് ഉണ്ടാവും അല്ലെ. നമുക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഡാമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാഴ്ച എന്താണ്? ആ ഡാമിൽ നിന്ന് വെള്ളം വീഴുന്നത് അല്ലെ, സ്പിൽവേ വഴി വെള്ളം താഴോട്ട് വീഴുന്നത് അല്ലെ. അപ്പൊ ആ സ്പിൽവേക്ക് തൊട്ട് മുകളിലായിട്ട് നമ്മള് ആ സ്പിൽവേ നിൽക്കുന്നത് ഏത് സ്ട്രക്ചറിന്റെ, ഒരു മേസൺറി സ്ട്രക്ചറിന്റെ മുകളിലായിരിക്കും അല്ലെ. അതാണ് വിയർ. ഓക്കെ, ഒരു എന്താ പറയാ, നമുക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ, ആ വെള്ളം താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു മതില് പോലെ കെട്ടിയുണ്ടാക്കുക. ആ മതില് പോലെ കെട്ടിയുണ്ടാക്കിയ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ വിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഡിവൈഡ് വാൾ. ഡിവൈഡ് വാൾ എന്ന് പറഞ്ഞാൽ ഈ വിയറിന് പെർപെൻഡിക്കുലർ ആയി കണ്ടോ 90 ഡിഗ്രീസിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഡിവൈഡ് വാൾ. കണ്ടില്ലേ, നമ്മൾ ഈ വെള്ളം ഇങ്ങനെ റിവർ ഫ്ലോ ഇങ്ങനെയാണല്ലേ, വെള്ളം ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പൊ ആ ഒരു വെള്ളത്തിന് പാരലൽ ആയി തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്, പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ ആ വെള്ളത്തിനെ സെപ്പറേറ്റ് ചെയ്യാണ്. ഇവിടെ കുറച്ച് വെള്ളം വരും, ഇവിടെ വരും, ഇവിടെ വരും അല്ലെ. അപ്പൊ ആ വരുന്ന വെള്ളത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അതിനെയാണ് ഡിവൈഡ് വാൾ എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്തതാണ് അണ്ടർ സ്ലൂയിസസ് ഓർ സ്കൗറിംഗ് സ്ലൂയിസസ് എന്ന് പറയുന്നത്. അണ്ടർ സ്ലൂയിസ് എന്ന് പറഞ്ഞാല് ആ വാക്ക് പോലെ തന്നെ താഴെ കൊടുക്കുന്ന സ്ലൂയിസസ്. സ്ലൂയിസ് എന്ന് വെച്ചാൽ എന്താ? സ്ലൂയിസ് എന്ന് വെച്ചാല് നമുക്ക് ഗേറ്റ് ഒക്കെ പോലെ നമുക്ക് വെള്ളത്തിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഗേറ്റ് പോലത്തെ ഒരു മെക്കാനിസം ആണ് സ്ലൂയിസ് എന്ന് പറയുന്നത്. അപ്പൊ താഴെ കൊടുക്കുന്ന ആ ഒരു ഓപ്പണിംഗ്, ഗേറ്റ് പോലെ കൊടുക്കുന്ന, നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് സ്ലൂയിസ് എന്ന് പറയുന്നത്. അത് താഴെ കൊടുക്കുന്നത് കൊണ്ടാണ് അണ്ടർ സ്ലൂയിസ്. താഴെ എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിന് അടിയിൽ, നമ്മുടെ ബെഡിനടുത്ത് കേട്ടോ. റിവർ ബെഡ് ഇല്ലേ, റിവറിന്റെ താഴ്ഭാഗം, അടിഭാഗം, ആ അടിഭാഗത്തിനോടടുത്താണ് അണ്ടർ സ്ലൂയിസസ് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ടാണ് അണ്ടർ, താഴെ കൊടുക്കുന്ന ഗേറ്റ് എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഓക്കെ, പിന്നെ അടുത്തതാണ് ഫിഷ് ലാഡർ. ഫിഷ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിഷ് എന്ന് വെച്ചാൽ മീന് അല്ലെ, ലാഡർ എന്ന് പറഞ്ഞാൽ കോണി. അപ്പൊ കോണി പോലെ നമുക്ക് മീനിന് മുകൾ ഭാഗത്ത് നിന്ന്, അതായത് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് പോവാനുള്ളൊരു വഴി. മീനിനും പോവണ്ടേ, നമ്മള് മതില് കെട്ടി, ഇവിടേക്ക് മതില് കെട്ടുകയാണ്, മതില് പോലെ വിയർ കെട്ടുകയാണ് അല്ലെ. അപ്പൊ ആ വിയർ കെട്ടിക്കഴിഞ്ഞാൽ മീനിന് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, മീനിന് കിടക്കാൻ വേണ്ടി കൊടുക്കുന്ന പ്രൊവിഷൻ ആണ് ഫിഷ് ലാഡർ. ഓക്കെ, നമുക്കിതൊക്കെ വഴിയെ നോക്കാം എങ്ങനെയാണ് എന്നൊക്കെ, ഇത് മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്തതാണ് ഹെഡ് റെഗുലേറ്റർ. ഹെഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഈ ഒരു സ്ട്രക്ചർ കൊടുക്കാൻ കാരണം എന്താണ്, നമ്മുടെ റിവറിൽ നിന്ന് കനാലിലേക്ക് വെള്ളം കിട്ടണം അല്ലെ. അപ്പൊ ആ കനാലിലേക്ക് വെള്ളം കിട്ടാനാണ് നമ്മൾ ഇവിടെ ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ വെള്ളം അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും, എന്നിട്ട് ആ വെള്ളം നമുക്ക് കനാലിലേക്ക് എടുക്കാം. അപ്പൊ ഈ കനാലിന്റെ ഹെഡില്, അതായത് തലഭാഗത്ത്, സ്റ്റാർട്ടിംഗ് പോയിന്റില് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിവൈസ്, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ, ആ ഒരു വെള്ളം കനാലിലേക്ക് ഒഴുകാനുള്ളത് റെഗുലേറ്റ് ചെയ്യാം, അതിന് കൊടുക്കുന്ന മെക്കാനിസത്തിനെയാണ് ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുക. കനാലിന്റെ ഹെഡിൽ കൊടുക്കുന്ന റെഗുലേറ്റർ. പിന്നെ അടുത്തതാണ് സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ്. സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്, സിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മൺതരികൾ അല്ലെ, ചെറിയ ഫൈൻ ആയിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസ് അല്ലെ, സാൻഡിലും ചെറിയ സൈസ് പാർട്ടിക്കിൾ, അതാണ് സിൽറ്റ് അല്ലെ. അപ്പൊ ആ സിൽറ്റ് കനാലിലേക്ക് വരാതെ നോക്കാൻ കൊടുക്കുന്ന ഡിവൈസസ്, അതാണ് സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ്. സിൽറ്റ് കനാലിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക,
ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ സിൽറ്റ് എല്ലാം താഴേക്ക് വന്ന് ഡെപ്പോസിറ്റഡ് ആവും അല്ലേ? അപ്പൊ താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ആവുമ്പോൾ കനാലിന്റെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി കുറയും. നമ്മൾ എത്ര വെള്ളം ക്യാരി ചെയ്യാനാണോ ആ കനാല് ഡിസൈൻ ചെയ്തത്, അത്ര വെള്ളം അതിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലേ? സിൽറ്റ് മുഴുവൻ അടിഞ്ഞു കൂടിയിട്ട്. അതുകൊണ്ട് സിൽറ്റ് അവിടെ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിനെ കളയും, റിമൂവ് ചെയ്യും. അതിന് കൊടുക്കുന്ന ഡിവൈസസിനെയാണ് സിൽറ്റ് എക്സ്ക്ലൂഷൻ ഡിവൈസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് കോമ്പണന്റ് പാർട്സ് ഓഫ് എ ഡൈവേർഷൻ വർക്ക്. അപ്പൊ ഇതിലെ ഓരോ പാർട്ടിനെ കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വിയറിനെ കുറിച്ച് നോക്കാം അല്ലെ? എ വിയർ ഓർ ആൻ ആനിക്കട്ട്. അപ്പൊ എന്താണ് ഒരു വിയർ? ഇപ്പൊ വിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഫിഗർ കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഇറ്റ് ഈസ് എ ബാരിയർ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ. റിവറിന് കുറുകെ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു തടസ്സം, ആ ഒരു തടസ്സത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിയർ എന്ന് വിളിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പൊ ഇതാണ് നമ്മുടെ വിയർ. അതായത് നമ്മുടെ പുഴ ഒഴുകുകയാണ്, ആ പുഴയ്ക്ക് കുറുകെ ഞാനൊരു ചെറിയ മതിൽ പോലെ കെട്ടി അല്ലെ? ആ ഒരു സ്ട്രക്ചറിനെയാണ് വിയർ എന്ന് പറയാം. അങ്ങനെ കെട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ അപ്സ്ട്രീമിലുള്ള വെള്ളം, ഇതാണ് അപ്സ്ട്രീം, ഇതാണ് ഡൗൺ സ്ട്രീം അല്ലെ? ഏത് ഡയറക്ഷനിലാണോ പുഴ ഒഴുകുന്നത് അതിന്റെ തുടക്കത്തിനെയാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്, താഴ്ഭാഗത്തിനെയാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്സ്ട്രീമിലുള്ള വെള്ളം ഇത്ര നമ്മുടെ വിയറിന്റെ ഹൈറ്റിൽ ആ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? അതാണ് ഒരു വിയറിന്റെ പർപ്പസ്. അത്ര വെള്ളം അവിടെ കെട്ടി നിർത്തും. പിന്നെ ബാക്കി എക്സസ് ആയി വരുന്നതാണ് എന്ത് പറ്റുക? ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകുന്നത് അല്ലേ? ഇതാ ഒഴുകുന്നത്. ഇത് ചെറിയൊരു വിയർ ആണ്. പക്ഷെ നമ്മുടെ ഡാം ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇത് വലിയ സ്ട്രക്ചർ ആയിരിക്കും, അല്ലേ? Okay, so it is of small height and raises the water level locally against its faces. അപ്പോൾ ഇതെന്ത് ചെയ്യും? വെള്ളത്തിന്റെ ലെവല് റൈസ് ചെയ്തു. കണ്ടില്ലേ, ഇപ്പൊ അപ്സ്ട്രീമിൽ ഇതാ ഇത്ര വെള്ളമുണ്ട്, ഡൗൺ സ്ട്രീമിൽ കുറവ് വെള്ളമാണ്, ഹൈറ്റ് കുറവാണ് അല്ലെ? ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ ഇവിടെ ഒരു വിയർ കെട്ടിയില്ല എന്ന് വിചാരിക്കാം. വിയർ കെട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഇത്ര ലെവലിൽ നിൽക്കുവോ വെള്ളം അപ്സ്ട്രീമില്? ഒരിക്കലും നിൽക്കില്ല. വെള്ളം കുറച്ചും കൂടെ താഴും. ഈ രണ്ടിന്റെ ഏകദേശം ഒരു മിഡിലേക്ക് വരും അല്ലെ? ഒരു ഇത്ര വെള്ളമേ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വിയർ കെട്ടുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ലെവല് കൂട്ടാൻ സാധിക്കും അല്ലെ? ഇറ്റ് റൈസസ് ദ ലെവൽ ലോക്കലി അഗെയിൻസ്റ്റ് ഇറ്റ്സ് ഫേസസ്. The diversion of water from the river to the canal takes place. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉയർന്ന വെള്ളത്തിനെ നമുക്ക് കനാലിലേക്ക് ഒഴുക്കി വിടാം. Weir is aligned at right angles to the direction of flow in the river. ഈ വിയർ എപ്പോഴും റൈറ്റ് ആംഗിൾസിലാണ് വെക്കുന്നത്. അതായത് ഫ്ലോ ഈ ഡയറക്ഷൻ ആണ്, ഇങ്ങനെയാണ് ഫ്ലോ വരുന്നത് അല്ലെ? ആ ഫ്ലോയിന്റെ റൈറ്റ് ആംഗിൾസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വിയർ വെക്കുന്നത്. അതായത് റിവറിന് കുറുകെ ആണ് നമ്മൾ വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. It is also called as anicut in some parts of the country. അപ്പൊ ചില സ്ഥലങ്ങളിൽ എന്താ പറയാ? ആനിക്കട്ട് എന്നും പറയും. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് വിയർ എന്നാണ്, പക്ഷെങ്കിൽ ആനിക്കട്ട് എന്നും പറയും. പിന്നെ അതുപോലെ വിയർ ഇസ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ സെർവ്ഡ്. അപ്പൊ എന്ത് ഫങ്ഷൻ ആണ് ഓരോ വിയറിനും എന്നുള്ളത് അടിസ്ഥാനത്തിൽ വിയറിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെയാണ് സ്റ്റോറേജ് വിയർ. അപ്പൊ സ്റ്റോറേജ് വിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം അപ്സ്ട്രീമിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വിയർ, അതാണ് സ്റ്റോറേജ് വിയർ അല്ലെ? റിവറിന് കുറുകെ, ഇപ്പൊ അതൊരു റിവർ ഒഴുകുകയാണ്, അപ്പൊ ആ റിവറിന് കുറുകെ നമ്മൾ ആ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനു വേണ്ടി മാത്രം നമ്മൾ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാം. അതാണ് സ്റ്റോറേജ് വിയർ. It is constructed purely for storing water and are also called as low dams. അതിന്റെ വേറൊരു പേരാണ് ലോ ഡാം. അതായത് ചെറിയ ഡാമുകളാണത് അല്ലെ? ചെറിയ ഡാം.
പിന്നെ അടുത്തത് പിക്കപ്പ് വിയർ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വിയർ ആണ് പിക്കപ്പ് വിയേഴ്സ്. പിക്കപ്പ് വിയർ എന്ന് വെച്ചാൽ എന്താ? In non-alluvial soils, the tank water is discharged in the river through supply sluices. അപ്പോൾ non-alluvial soilsൽ അത് ഒരു ടൈപ്പ് ഓഫ് സോയിൽ ആണ്. അപ്പോൾ അവിടെയൊക്കെ ടാങ്ക് വാട്ടർ ഈസ് ഡിസ്ചാർജ്ഡ് ഇൻ ദ റിവർ ത്രൂ സപ്ലൈ സ്ലൂയിസസ്. ടാങ്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച ടാങ്കുകൾ. ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ നമുക്ക് നാച്ചുറൽ ടാങ്കുകളാവാം, ആർട്ടിഫിഷ്യൽ ടാങ്കുകളാവാം. ഓക്കെ, ചെറിയ ഒരു വാലി പോലെ ഒരു സ്ഥലം, അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണെന്ന് വെക്കുക. അപ്പൊ ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെ നമുക്ക് റിവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യണം. നമ്മൾ സ്ലൂയിസസ് വഴി, അതായത് ഗേറ്റുകൾ വഴി ഗേറ്റ് തുറക്കും. ഗേറ്റ് തുറക്കുമ്പോൾ ആ കെട്ടി നിൽക്കുന്ന വെള്ളം റിവറിലേക്ക് ഒഴുകും. ഓക്കെ, the released water is picked up by constructing weirs across the river where canal takes off. അപ്പൊ ആ റിലീസ് ചെയ്ത വെള്ളം കനാലിലേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വിയറിനെയാണ് പിക്കപ്പ് വിയർ എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ നാച്ചുറൽ സ്ട്രീംസ് എന്നൊക്കെ വെള്ളം ഒഴുകി വരും. ആ ഒഴുകി വരുന്ന വെള്ളത്തിനെ നമുക്ക് എന്ത് ചെയ്യണം? കനാലിലേക്ക് കൊടുക്കണം. അപ്പോൾ ആ കനാലിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിയറിനെയാണ് പിക്കപ്പ് വിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഡൈവേർഷൻ ഓർ ഇൻടേക്ക് വിയേഴ്സ്. ഡൈവേർഷൻ വിയർ എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ കൺസ്ട്രക്റ്റഡ് ആസ് എ പാർട്ട് ഓഫ് ഹെഡ് വർക്ക്. നേരത്തെ നമ്മൾ ആദ്യം കാണിച്ച ഫിഗറിൽ കനാലിന്റെ ഹെഡ് വർക്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന. They raise the water level by obstructing the river flow and the water is diverted into the canal. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം കാണിച്ച ഒരു ഫിഗറില്ലേ, എന്താണ്? ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നു, നമ്മൾ ആ വെള്ളം ഉയർത്തിയിട്ട് കനാലിലേക്ക് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു വിയർ ആണെയാണ് എന്ത് പറയാ? ഡൈവേർഷൻ വിയർ അല്ലെ? നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞില്ലേ? ആ ഡൈവേർഷൻ ഹെഡ് വർക്ക്സിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന വിയറിനെയാണ് ഡൈവേർഷൻ വിയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വേസ്റ്റ് വിയർ. വേസ്റ്റ് വിയർ എന്ന് ഉദ്ദേശിക്കുന്നത് they are generally used as spillways for tanks. അതായത് ഒരു റിസർവോയറിന്റെ, നമ്മൾ എവിടെയാണോ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റിസർവോയറിന്റെ സ്പിൽവേ ആയിട്ടാണ് വേസ്റ്റ് വിയർ ഉണ്ടാക്കുന്നത്. അതായത് വെള്ളം എക്സസ് ആയിട്ട് നിൽക്കുന്ന വെള്ളം പോവാൻ, കൂടുതൽ വരുന്ന വെള്ളം ഒഴുകാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് വേസ്റ്റ് വിയർ. They are constructed on the periphery of a reservoir basin. അവരെവിടെയാണ് ഉണ്ടാക്കണേ ചോദിച്ചാൽ, ഇപ്പൊ ഒരു റിസർവോയർ ഉണ്ട്. അപ്പൊ ആ റിസർവോയറിന്റെ സൈഡിലൂടെ നമ്മൾ ഒരു വിയർ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? ആ വിയറിന്റെ ഹൈറ്റിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിയറിന് തൊട്ട് മുകളിൽ വെള്ളം കൂടുതൽ വരാൻ തുടങ്ങിയാൽ, പിന്നെ ആ വിയറിന്റെ മുകളിലൂടെ വെള്ളം എന്ത് ചെയ്യും? പോവും അല്ലെ, പുറത്തേക്ക് ഒഴുകും. അപ്പൊ അങ്ങനെ ആ ഒരു പെരിഫറിയിൽ, അതായത് സൈഡിലൂടെ ഉണ്ടാക്കുന്ന വിയറിനെയാണ് വേസ്റ്റ് വിയർ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഫ്ലഡ്, when the water level in the tank rises above the full reservoir level, waste weirs comes into operation. അപ്പോൾ ഫ്ലഡിന്റെ സമയത്തൊക്കെയാണ് പൊതുവെ വേസ്റ്റ് വിയർ ആവശ്യം വരിക. കാരണം നമ്മുടെ റിസർവോയറിന്റെ ഫുൾ റിസർവോയർ ലെവൽ, അതായത് ഏറ്റവും മാക്സിമം ലെവലിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള വെള്ളമൊക്കെ ഈ വേസ്റ്റ് വിയറിലൂടെ പുറത്തേക്ക് ഒഴുകും. Thus, all excess water is disposed of safely. This type of weirs are also called surplus weirs. ഇതിന്റെ വേറൊരു പേരാണ് surplus weir. വേസ്റ്റ് വിയറിന്റെ വേറെ പേരാണ് സർപ്ലസ് വിയർ. സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൂടുതലായി നിൽക്കുന്ന വെള്ളം, എക്സസ്. അപ്പൊ കൂടുതലായി നിൽക്കുന്ന ആ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയും. അതാണ് വേസ്റ്റ് വിയർ. അപ്പൊ അതാണ് വിയറിനെ കുറിച്ച് പറയാനുള്ളത്.
അതായത് നമ്മളിപ്പോ ഈ ഒരു പഠിച്ച ഫിഗറില് വിയർ അല്ലെ, ഇതാണ് നമ്മുടെ റിവർ. ഇതാണ് ആ റിവറിന് കുറുകെ കൊടുക്കുന്ന സ്ട്രക്ചർ ആണ് വിയർ. അപ്പൊ ആ വിയർ 4 ടൈപ്പ് ഉണ്ട്. ആ 4 ടൈപ്പാണ് നമ്മൾ മുന്നേ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിവൈഡ് വാൾ ആണ്. ഡിവൈഡ് വാൾ. ഡിവൈഡ് വാൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ റിവറിലൂടെ വരുന്ന വെള്ളം 3ആയി ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു മതില് പോലെ കെട്ടുന്ന, ഒരു വാള് പോലെ കെട്ടും. അതാണ് ഡിവൈഡ് വാൾ. ലോങ് സോളിഡ് വാൾ കൺസ്ട്രക്റ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ വിയർ ആക്സിസ്. അപ്പോൾ നമ്മുടെ വിയർ ആക്സിസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ് വിയർ അല്ലെ. അപ്പൊ വിയർ ആക്സിസ് ഇങ്ങനെയാണ്. ആ വിയർ ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നതാണ് എന്ത്? ഡിവൈഡ് വാൾ. കണ്ടോ, ഈ വിയറിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ, 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രിയിൽ വെക്കുന്നതാണ് ഡിവൈഡ് വാൾ. It divides the river channel into 2 compartments. 2 കമ്പാർട്ട്മെന്റ് ആയി തിരിക്കും. ഓക്കെ, ഇത് 3 ആയിട്ട് തിരിക്കുന്നുണ്ട്, പക്ഷെ 2 കമ്പാർട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കാൻ കാരണം ഇതും അതേപോലെ തന്നെ ഇതും ഒരേ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു കമ്പാർട്ട്മെന്റ് ഇതും ഇതും, രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് നടുവിലുള്ളത്. അതുകൊണ്ടാണ് 2 compartments എന്ന് പറയുന്നത്. ഓക്കെ, in the smaller compartment which is near to the head regulator, a still pond is created. അപ്പൊ നമ്മുടെ ഹെഡ് റെഗുലേറ്റർ, ഇതാണ് നമ്മുടെ കനാൽ അല്ലെ. റിവറിൽ നിന്ന് നമുക്ക് കനാലിലേക്ക് വെള്ളം എടുക്കണം. വെള്ളം എടുക്കാൻ വേണ്ടി നമ്മളൊരു വിയർ ഉണ്ടാക്കി. ആ വിയറില് അവിടെ വെള്ളം വന്ന് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വെള്ളം വന്ന് നിൽക്കുന്ന വെള്ളം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കറിയാം റിവറിൽ നല്ല ഒഴുക്കുണ്ടാവും അല്ലെ വെള്ളത്തിന്. അപ്പൊ ആ ഒഴുക്കുള്ള വെള്ളത്തിനെ നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം, അതായത് അതിന്റെ വെലോസിറ്റി ഒന്ന് കുറയ്ക്കണം. എന്നാലേ നമുക്ക് ഉദ്ദേശിച്ച ഡിസ്ചാർജ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി ഇവിടെ, അതായത് ഈ ഡിവൈഡ് വാളിന് 2 കമ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് ഈ ഹെഡ് റെഗുലേറ്ററിനോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു കമ്പാർട്ട്മെന്റില് വെള്ളം സ്റ്റില്ലാവും, അതായത് നിൽക്കും. This facilitates the smaller compartment to partially cut off from the main river channel. അപ്പോൾ നമ്മുടെ മെയിൻ റിവർ ചാനലിൽ നിന്ന് മെല്ലെ ഈ വെള്ളം സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആയി അവിടെ നിൽക്കും. A still pond is formed in front of the head regulator and the length of the divide wall extends a little beyond the length of the head regulator. ഇതാണ് നമ്മുടെ ഹെഡ് റെഗുലേറ്റർ. അപ്പൊ നമ്മുടെ ഡിവൈഡ് വാൾ എന്ന് പറയുന്നത് ആ ഹെഡ് റെഗുലേറ്ററിൽ നിന്നും കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. കണ്ടോ, കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് അല്ലേ. ജനറലി കൺസ്ട്രക്റ്റഡ് വിത്ത് മേസൺറി. അപ്പൊ ഈ ഡിവൈഡ് വാൾ മേസൺറി വെച്ചിട്ടാണ് ഉണ്ടാക്കുക. മേസൺറി എന്ന് ഉദ്ദേശിക്കുന്ന ബ്രിക്ക് വെച്ചിട്ടോ സ്റ്റോൺ വെച്ചിട്ടോ കോൺക്രീറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. The top width of the wall varies from 1.5 to 2 meters. അപ്പൊ ഈ ഒരു വാളിന്റെ ടോപ്പ് വിഡ്ത്ത് കണ്ടില്ലേ, ഇതാണ് വാള്. അപ്പൊ ഇതാണ് ഇപ്പൊ ഒരു ഡിവൈഡ് വാള്. ഇതാണ് ഡിവൈഡ് വാളിന്റെ ഫൗണ്ടേഷൻ, ഇതാണ് ഡിവൈഡ് വാള്. കണ്ടില്ലേ, ഇതൊരു മേസൺറി വെച്ചിട്ടുണ്ടാക്കിയ ഡിവൈഡ് വാളാണ്. അപ്പൊ ഇതിന്റെ ഇപ്പുറത്ത് വെള്ളം സ്ലോ ഡൗൺ ചെയ്യും. ഇവിടെ ഈ ഭാഗത്ത്, അതായത് നടുഭാഗത്ത് വെള്ളം റിവറിന്റെ അതേ വെലോസിറ്റിയിൽ തന്നെ ഒഴുകും. അപ്പൊ പറയുന്നത് എന്താ? ദ ടോപ്പ് വിഡ്ത്ത് ഓഫ് ദ വാൾ വേരീസ് ഫ്രം 1.5 to 2 meters. അതായത് ഈ ടോപ്പ് വിഡ്ത്ത്, ഈ കാണുന്ന ഈ ടോപ്പ് വിഡ്ത്ത് 1.5 to 2 meter ആണ് വിഡ്ത്ത്. It should always be founded on a strong foundation. കണ്ടോ, ഒരു കോൺക്രീറ്റ് ഫൗണ്ടേഷൻ കൊടുത്തു. The divide wall retains water on both faces. On one side the water is still and on the other there is river flow. അപ്പോൾ ഒരു ഭാഗത്ത് വെള്ളം സ്റ്റിൽ ആയിരിക്കുകയാണ് അല്ലേ, സ്റ്റില്ലായിട്ടിരിക്കുകയാണ്, അനങ്ങാതെ ഇരിക്കുകയാണ്. മറ്റേ ഭാഗത്ത് ഒഴുക്ക് അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ അതാണ് ഡിവൈഡ് വാൾ. ഡിവൈഡ് വാൾ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, വെള്ളം 2 കമ്പാർട്ട്മെന്റ് ആയി തിരിക്കാൻ. അതിൽ ഒരു കമ്പാർട്ട്മെന്റിൽ വെള്ളം സ്റ്റിൽ ആയിരിക്കും, മറ്റേ കമ്പാർട്ട്മെന്റിൽ റിവർ ഫ്ലോയിന്റെ അതേ വെലോസിറ്റിയിൽ ഒഴുകും. ഓക്കെ, അപ്പൊ നമ്മൾ വിയറിനെ കുറിച്ച് പഠിച്ചു, ഡിവൈഡ് വാളിനെ കുറിച്ചും പഠിച്ചു അല്ലേ.
ഇനി അടുത്തത് പറയുന്നത് അണ്ടർ സ്ലൂയിസസ് ഓർ സ്കൗറിംഗ് സ്ലൂയിസിനെ കുറിച്ചാണ്. അപ്പൊ സ്ലൂയിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണ്. നമ്മളൊരു ഗേറ്റ് ഒക്കെ പോലെ നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കും. അതിനെയാണ് സ്ലൂയിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വെള്ളത്തിന്റെ അടിയിൽ കൊടുക്കുന്ന ഓപ്പണിംഗ് ആണ്. അതാണ് അണ്ടർ സ്ലൂയിസസ് ഓർ സ്കൗറിംഗ് സ്ലൂയിസസ്. എന്ന് വെച്ചാൽ നമ്മുടെ സിൽറ്റ് ഒക്കെ ഇപ്പൊ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ലൂയിസ് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ സ്കൗറിംഗ് സ്ലൂയിസ് എന്ന് പറയുന്നത്. ആ സിൽറ്റിനെയൊക്കെ കൊണ്ടുപോകും, അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി വായിച്ചു നോക്കാം. ഓപ്പണിങ്സ് പ്രൊവൈഡഡ് ഇൻ ദ ബോഡി ഓഫ് എ വിയർ അറ്റ് ലോ ലെവൽ. അപ്പൊ നമ്മുടെ വിയർ, ഇതാണ് നമ്മുടെ വിയർ. വിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ നമ്മുടെ വെള്ളം, റിവർ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്സ്ട്രീം സൈഡ്. ഇങ്ങനെ ഒഴുകുമ്പോൾ ഇതാണ് നമ്മുടെ ഡൗൺ സ്ട്രീം സൈഡ്. അപ്പൊ അതിന് കുറുകെ പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാക്കിയ സ്ട്രക്ചർ, അതാണ് നമ്മുടെ വിയർ. ഓക്കെ, ഇതാണ് വിയർ. ഈ വിയറിന്റെ അടിഭാഗത്ത് നമ്മൾ ഇടുന്ന ചെറിയ ഓപ്പണിംഗ്, ഒരു പൈപ്പൊക്കെ കൊടുത്ത് വെള്ളം പോവാൻ ഉള്ള പ്രൊവിഷൻ, അതിനെയാണ് അണ്ടർ സ്ലൂയിസസ് എന്ന് പറയാം. It is located in the smaller compartment in front of the still pond. അപ്പൊ നമ്മുടെ നമ്മൾ ഡിവൈഡ് വാൾ വെച്ച് ഡിവൈഡ് ചെയ്ത 2 കമ്പാർട്ട്മെന്റുകൾ, അതില് ഹെഡ് റെഗുലേറ്ററിനോട് അടുത്ത് നിൽക്കുന്ന ആ ഭാഗത്ത് സ്റ്റിൽ ആയിരിക്കും അല്ലെ, ഇവിടെ വെള്ളം അനങ്ങാതെ ഇരിക്കുകയാണ്. ആ ഭാഗത്താണ് നമ്മൾ ഈ പൈപ്പ് കൺസ്ട്രക്ട് ചെയ്യുക. ആ ഭാഗത്തുള്ള വിയറിന്റെ അടിഭാഗത്താണ് പൈപ്പ് ഇടുക. It is controlled by means of gate which are operated from the top. അപ്പൊ ഈ സ്ലൂയിസിന് എന്തുണ്ട്, ഒരു ഗേറ്റ് ഉണ്ട്, സ്ലൂയിസ് ഗേറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് ഗേറ്റ് തുറക്കുമ്പോൾ ഇവിടുന്ന് വെള്ളം ഇപ്പുറത്തോട്ട് ഒഴുകും. വെള്ളത്തിന്റെ കൂടെ സിൽറ്റ് പാർട്ടിക്കിൾസും ഒഴുകും. When a still pond is created in the pocket in front of the head regulator, silt gets deposited in the pocket. അതെ, എന്താ പറയുന്നത്, അങ്ങനെ ഒരു സ്റ്റിൽ പോണ്ട് ഉണ്ടാവുമ്പോൾ നമ്മുടെ വെള്ളം അനങ്ങാത്തൊരവസ്ഥയില് അതിലുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് പറ്റും, താഴേക്ക് ഡെപ്പോസിറ്റഡ് ആവും അല്ലെ. സിൽറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് ഇൻ ദ പോക്കറ്റ്സ്. താഴേക്ക് സിൽറ്റ് ഡെപ്പോസിറ്റഡ് ആവും. The sluices are used to remove the silt or to scour the deposited silt. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്ത സോയിൽ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ആണ് എന്ത്, സ്ലൂയിസ് എന്ന് പറയുന്നത്. These sluices are located below the crust of the head regulator. അപ്പൊ നമ്മുടെ ഹെഡ് റെഗുലേറ്ററിനൊക്കെ ഒരുപാട് താഴെയാണ് എന്ത്, ഈ ഒരു സ്ട്രക്ചർ. കാരണം നമ്മുടെ സോയിൽ പാർട്ടിക്കിൾസ് താഴെയാണ് വന്ന് അടിഞ്ഞുകൂടുക അല്ലെ. അതായത് സിൽറ്റ് താഴെയാണ് വന്ന് അടിഞ്ഞുകൂടുക. അപ്പൊ ഈ താഴെ വരുന്ന സിൽറ്റിനെ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ആണ് സ്ലൂയിസ്. Scouring sluices maintain the pond clear of silt in front of the head regulator. അപ്പൊ നമ്മുടെ കനാലിലേക്ക് വെള്ളം എടുക്കുന്നത് ഇവിടുന്നാണ് അല്ലെ. അപ്പൊ ആ എടുക്കുന്ന വെള്ളത്തിന് സിൽറ്റ് ഉണ്ടാവാതെ നോക്കുന്നത് ഈ സ്ലൂയിസ് ആണ്. അപ്പൊ ഇവിടെ വെള്ളം അനങ്ങാതെ നിൽക്കുകയാണ്. ആ അനങ്ങാതെ നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് സിൽറ്റ് എടുത്ത് മാറ്റും. അപ്പൊ നമ്മുടെ കനാലിലേക്ക് പോകുന്ന വെള്ളത്തിൽ സിൽറ്റ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് എന്താണ് സിൽറ്റ് ഫ്രീ ആയിട്ടുള്ള വെള്ളം കനാലിലേക്ക് ഒഴുകുന്നത്. These are also opened during high flood to lower the discharge over the crest of the weir. അപ്പൊ നമുക്ക് ഇത് ഈ ഫ്ലഡിന്റെ സമയത്ത് ഒരുപാട് വെള്ളം ഉള്ളപ്പോഴും നമുക്ക് ഈ സ്ലൂയിസ് നമ്മൾ തുറക്കും. കാരണം വെള്ളം അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വേഗം കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സിൽറ്റ് ഉള്ളപ്പോൾ മാത്രമല്ല ഫ്ലഡ് ഉള്ള സമയത്തും നമുക്ക് ഒഴുക്കി വിടാനുള്ള ഒരു പാസേജ് ആണ് അണ്ടർ സ്ലൂയിസസ്. ഓക്കെ, ഇനി അടുത്തതാണ് ഫിഷ് ലാഡർ. ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫിഷിന് പോവാനുള്ള ഒരു സംവിധാനമാണ് ഫിഷ് ലാഡർ, അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക്. കാരണം നമ്മൾ ഇവിടെ വിയർ കെട്ടുകയാണ്, ഒരു വലിയ മതിൽ കെട്ടുകയാണ്. മതിൽ കെട്ടിക്കഴിഞ്ഞാൽ
മീനിന് ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പാസേജ് ഉണ്ടാക്കി കൊടുക്കും. ഇതാ ഈ ഫിഗറിൽ കാണുന്നത് പോലെ കണ്ടില്ലേ? ഇതിപ്പോ ഒരു വലിയ വിയറാണ്, നമ്മൾ റിവറിന് കുറുകെ കെട്ടിയ വിയറാണ്. മീനിന് ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫിഷ് ലാഡർ ഉണ്ടാകും. കണ്ടില്ലേ? മീനിന് പോവാൻ വേണ്ടിയുള്ള ഒരു വഴി. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. If a weir is constructed across the river, the passage is totally closed by a masonry wall. അല്ലേ? അതാണ് ഇപ്പൊ പറഞ്ഞത്. ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്താൽ the river എന്താണ്? The passage is totally closed by a masonry wall. ഒരു masonry wall വെച്ച് നമ്മൾ ഒരു പാസേജ് തടയാണ്, അല്ലേ? നമ്മുടെ മീനിന്റെ വഴി തടയാണ്. As a result, movement of fish is also obstructed. അപ്പോൾ മീനിനും പോവാൻ പറ്റില്ല. The structure provided for the movement of fish from one side of the river to the other side is called as a fish ladder. ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺസ്ട്രീം സൈഡിലേക്ക് ഫിഷിന് പോവാൻ സാധിക്കുന്ന ആ സ്ട്രക്ചറിനെയാണ് ഫിഷ് ലാഡർ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഹെഡ് റെഗുലേറ്റർ. ഹെഡ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ കനാൽ വേർ ഇറ്റ് ടേക്സ് ഓഫ് ഫ്രം ദ റിവർ. അതായത് ഈ ഒരു രണ്ടാമത്തെ ഫിഗറിൽ നോക്കൂ. അപ്പൊ ഇതാണ് നമ്മുടെ റിവർ, അല്ലെ? ഇതാണ് റിവർ. റിവറിന്റെ ഫ്ലോവിന്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പൊ നമ്മൾ ആ ഒഴുകുന്ന റിവറിന് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത സ്ട്രക്ചറാണ് വിയർ, അല്ലെ? പിന്നെ അതേപോലെ നമ്മൾ പഠിച്ച ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ട് ഇതില്. അതായത് ഡിവൈഡ് വാൾ വരും, ഫിഷ് ലാഡർ വരും, അണ്ടർ സ്ലൂയിസസ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ആ വിയർ. പിന്നെ നമുക്കൊരു കനാല് അപ്സ്ട്രീമിൽ എടുക്കുന്നുണ്ട്. ആ കനാലിന്റെ ഹെഡിൽ കൊടുക്കുന്ന സ്ട്രക്ചർ അതാണ് ഹെഡ് റെഗുലേറ്റർ. ഓക്കെ, ഇറ്റ് ഈസ് എ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ കനാൽ. അപ്പൊ കനാലിന്റെ എൻട്രൻസിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊടുക്കുന്ന സ്ട്രക്ചർ. വേർ ഇറ്റ് ടേക്സ് ഓഫ് ഫ്രം ദ റിവർ. റിവറിൽ നിന്ന് എടുക്കുകയാണ് വെള്ളം. അപ്പൊ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് ഹെഡ് റെഗുലേറ്റർ എന്ന് പറയാം, അല്ലെ? ഇപ്പൊ ഇതാ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് കനാല്. ഇതാ നമ്മൾ സൈഡൊക്കെ നല്ല വൃത്തിക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു കനാല്. ആ കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, ഇവിടെ റിവർ ആണ്, അപ്പൊ ആ ഒരു കനാലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചർ ഇതാണ് ഹെഡ് റെഗുലേറ്റർ. ഓക്കെ, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിങ്ങിന് ഷട്ടർ കൊടുക്കും. അപ്പൊ ഈ ഷട്ടർ തുറക്കുമ്പോഴാണ് റിവറിൽ നിന്ന് വെള്ളം കനാലിലേക്ക് ഒഴുകുന്നത്. അങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഷട്ടേഴ്സ് ഉപയോഗിച്ചാണ്, അല്ലെ? നമുക്ക് വായിച്ചു നോക്കാം. ഇപ്പൊ ഹെഡ് റെഗുലേറ്ററിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് ഇറിഗേഷൻ വാട്ടർ എൻറ്ററിങ് ദ കനാൽ. അപ്പൊ കനാലിലേക്ക് എൻ്റർ ചെയ്യുന്ന വെള്ളത്തിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യും. പിന്നെ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ കനാൽ ഡിസ്ചാർജ്. കനാലിൽ എത്രത്തോളം ഡിസ്ചാർജ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാൻ സഹായിക്കും. ഇറ്റ് പ്രിവെന്റ്സ് ദ എക്സസീവ് സിൽറ്റ് എൻട്രി ഇൻ ടു ദ കനാൽ. അപ്പൊ കനാലിലേക്ക് സിൽറ്റ് വരാതെ സഹായിക്കും. അപ്പൊ ഇത് മൂന്നുമാണ് ഹെഡ് റെഗുലേറ്ററിന്റെ ഫങ്ഷൻ. Constructed with stone masonry consisting of a number of openings provided with lifting shutters. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത് സ്റ്റോൺ മേസൺറി വെച്ചിട്ടാവും. സ്റ്റോൺ മേസൺറി വെച്ച് പിന്നെ അതുപോലെ കുറെ ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിങ്ങിനൊക്കെ ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? Sill of the head regulator is kept at a higher level to prevent the entry of coarse silt into the canal. അപ്പൊ എങ്ങനെയാണ് ഈ ഹെഡ് റെഗുലേറ്റർ സിൽറ്റ് പ്രിവെന്റ് ചെയ്യുക, സിൽറ്റ് വരുന്നതിൽ നിന്ന് തടയുക? നമ്മുടെ റിവറിന്റെ ബെഡ് ലെവലിൽ നിന്ന് കുറെ മുകളിലേക്കായിരിക്കും ഈ ഹെഡ് റെഗുലേറ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സിൽറ്റ് വന്ന് താഴേക്കാണ് അടിഞ്ഞുകൂടുക, അല്ലെ? റിവറിന്റെ താഴേക്കാണ് അടിഞ്ഞുകൂടുക.
അപ്പൊ ഇതിന്റെ ലെവല് കുറച്ച് പൊന്തി നിൽക്കുന്നത് കൊണ്ട് ആ താഴെയുള്ള സിൽറ്റ് ഒന്നും കനാലിലേക്ക് വരില്ല. ഓക്കെ, അതാണ് സിൽ ഓഫ് ദ ഹെഡ് റെഗുലേറ്റർ. ഹെഡ് റെഗുലേറ്ററിന്റെ സില്ല് താഴ്ഭാഗം ഈസ് കെപ്റ്റ് അറ്റ് എ ഹയർ ലെവൽ. ഇത് കുറച്ച് മുകളിലേക്കാണ് വെക്കുക. നമ്മുടെ റിവറിന്റെ ബെഡ് ലെവലിനെക്കാട്ടിലും മുകളിലേക്കാണ് വെക്കുക. പൊസിഷൻ ഓഫ് ദ റെഗുലേറ്റർ ഇസ് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ദ ഓഫ് ടേക്കിംഗ് കനാൽ. ഓഫ് ടേക്കിംഗ് കനാലിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഹെഡ് റെഗുലേറ്റർ എങ്ങനെ വെക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഹെഡ് റെഗുലേറ്ററിന്റെ പ്ലാൻ കാണിച്ചിട്ടുണ്ട്. പ്ലാൻ അതുപോലെ സെക്ഷനും രണ്ടും കാണിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഇതാണ് ഹെഡ് റെഗുലേറ്റർ. അപ്പൊ റിവർ, ഇവിടെയാണ് റിവർ ഉള്ളത്. അപ്പൊ റിവർ ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, എന്നിട്ട് വെള്ളം നമ്മൾ ഇതാണ് എടുക്കുന്ന കനാല്. അപ്പൊ ആ കനാലിലേക്ക് എടുക്കുമ്പോൾ ആദ്യം ഇവിടെ പിയർ കൊടുക്കും. പിയർ എന്ന് പറഞ്ഞാൽ ഒരു വാള് പോലെ ഉണ്ടാക്കും. പിന്നെ ഇത് ഇവിടെ 2 ഷട്ടർ കൊടുക്കും. നേരത്തെ നമ്മൾ കണ്ടില്ലേ 2 ഓപ്പണിങ്സ് തൊട്ട് മുന്നത്തെ ഫിഗറിൽ. ആ 2 ഓപ്പണിങ്സ് ഷട്ടർ കൊടുക്കും. പിന്നെ വെള്ളം ഇവിടെ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മുടെ അതിന്റെ മുകളിൽ കൂടെ ഒരു റോഡ് ഉണ്ട്. അപ്പൊ ആ റോഡ്, പിന്നെ അതിന്റെ അടിയിൽ കൂടെയാണ് എന്ത് ഷട്ടർ, ആ വെള്ളം ഒഴുകുന്നത്. പിന്നെ നമ്മുടെ കനാലിലേക്ക് വരും. വെള്ളം ഈ റിവറിൽ നിന്ന് കനാലിലേക്ക് വരും. ഓക്കെ, അതിന്റെ സെക്ഷണൽ വ്യൂ ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ റോഡ് നമ്മളെപ്പോഴും പ്ലാനും സെക്ഷനും വരയ്ക്കുമ്പോൾ ഇത് പ്രൊജക്ട് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ അല്ലേ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇത് റിവർ സൈഡ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ പിയർ കൊടുക്കുന്നുണ്ട്, ഇതാ കാണിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് പിയർ, ഗേറ്റ്, ഇവിടെയാണ് ഗേറ്റ് ഒക്കെ വരിക. ഈ റോഡിന് താഴെ ഷട്ടർ കൊടുത്തിട്ടുണ്ട്. ആ ഷട്ടർ തുറക്കുമ്പോഴാണ് വെള്ളം കനാലിലേക്ക് വീഴുക, റിവറിൽ നിന്ന് കനാലിലേക്ക് വരിക. അപ്പൊ ഇത് ഡൗൺ സ്ട്രീം സൈഡാണ്. പിന്നെ ഇതാണ് കനാലിന്റെ ഫ്ലോറ്, ഡൗൺ സ്ട്രീം ബെഡ്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഹെഡ് റെഗുലേറ്റർ. ഓക്കെ, പിന്നെ അടുത്തത് സിൽറ്റ് എക്സ്ക്ലൂഡിംഗ് ഡിവൈസസ് ആണ്. സിൽറ്റ് എക്സ്ക്ലൂഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽറ്റ് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു അടിഞ്ഞു കൂടിയ നമ്മുടെ ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് അല്ലെ, അതാണ് സിൽറ്റ്. അപ്പൊ ആ സിൽറ്റിനെ നമ്മൾ ഒഴിവാക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റിവറിന്റെ ഡയറക്ഷൻ. റിവർ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇതാ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വെള്ളം ഒഴുകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഡിവൈഡ് വാൾ വെച്ചിട്ടുണ്ട്. ഇതാണ് വിയർ. അപ്പൊ ഈ റിവറിനോട് അക്രോസ് ആയിട്ട് നമ്മളൊരു വിയർ കൺസ്ട്രക്ട് ചെയ്തു അല്ലെ, ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തു. പിന്നെ ഡിവൈഡ് വാൾ വെച്ചു. ആ ഡിവൈഡ് വാളിലെ ഹെഡ് റെഗുലേറ്ററിനോട് അടുത്തുള്ള കമ്പാർട്ട്മെന്റ് ആണ് ഇത്. അതായത് വെള്ളം സ്റ്റില്ലായിരിക്കും, വെള്ളം അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ടണലുകൾ ഉണ്ടാക്കും വെള്ളത്തിന്റെ താഴെ. കാരണം നമുക്ക് ഈ സിൽറ്റ് എന്ന് പറയുന്നത് താഴെ അടിഞ്ഞുകൂടുന്ന കാര്യങ്ങളാണ് അല്ലെ, അതുകൊണ്ട് താഴെ നമ്മൾ എന്ത് ചെയ്യും, ടണല് പോലെ ഉണ്ടാക്കും. അപ്പൊ ഈ സിൽറ്റ് വന്ന് ആ ടണലില് അടിഞ്ഞുകൂടി താഴെ അണ്ടർസ്ലൂയിസിലൂടെ പോകും. അതാണ് ഉണ്ടാവുന്ന മെക്കാനിസം. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് റിമൂവ് സിൽറ്റ് ഫ്രം ഇറിഗേഷൻ വാട്ടർ. അപ്പൊ വെള്ളത്തിൽ നിന്ന് സിൽറ്റ് റിമൂവ് ചെയ്യും. എങ്ങനെയാ നോക്കാം. ഇറ്റ് സെപ്പറേറ്റ്സ് ദ ലോവർ സിൽറ്റ് ലേഡൻ പോർഷൻ ഓഫ് വാട്ടർ ഫ്രം ദ അപ്പർ പോർഷൻ വിച്ച് ഇസ് ഫ്രീ ഓഫ് സിൽറ്റ്. അപ്പൊ എന്താണ്, ഇറ്റ് സെപ്പറേറ്റ്സ് ദ ലോവർ സിൽറ്റ് ലേഡൻ പോർഷൻ. അപ്പൊ താഴത്തെ സിൽറ്റ് ഉള്ള ഭാഗവും മുകളിലെ ക്ലിയർ ആയിട്ടുള്ള വെള്ളവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. അതിനുവേണ്ടി it consists of a series of parallel tunnels of low height. ചെറിയ ഹൈറ്റിൽ, അപ്പൊ താഴേന്ന് ബെഡിൽ നിന്ന് തുടങ്ങി ചെറിയ ഹൈറ്റിൽ ടണലുകൾ ഉണ്ടാക്കും. Tunnels are constructed in the pocket parallel to the flow in the river. അപ്പൊ റിവറിന്റെ ഫ്ലോ ഡയറക്ഷൻ ഇതാണ് അല്ലെ. അപ്പൊ ഈ ഫ്ലോ ഡയറക്ഷന് പാരലൽ ആയിട്ട് കുറച്ച് ടണലുകൾ ഉണ്ടാക്കും. എന്നിട്ട് സിൽറ്റ് അതിൽ അടിഞ്ഞു കൂടും. അതാണ് നടക്കുന്നത്. ഓക്കെ,
നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് സിൽറ്റ് എക്സ്ക്ലൂഡിംഗ് ഡിവൈസ്. ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫിഗർ. അപ്പൊ അതിന്റെ പ്ലാൻ വ്യൂയും സെക്ഷനും ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഇതായത് നമ്മുടെ ഡിവൈഡ് വാളിന്റെ ഈ ഒരു കമ്പാർട്ട്മെന്റ്, അതായത് വെള്ളം സ്റ്റിൽ ആയി നിൽക്കുന്ന കമ്പാർട്ട്മെന്റിലാണ് ടണൽസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ പ്ലാൻ ആണ് കാണിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, കുറെ ടണൽസ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹെഡ് റെഗുലേറ്റർ. ഇവിടെയാണ് കനാൽ വരിക. കനാലിലേക്ക് വെള്ളം എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ വെള്ളം സ്റ്റാഗ്നേറ്റ്, അതായത് എന്താണ്, സ്റ്റിൽ വാട്ടർ ഉള്ള പോർഷൻ ആണ്. അവിടെ നമ്മൾ ഡിവൈഡ് വാളിന്റെ ഈ ഒരു ഭാഗത്ത് കുറെ ടണൽസ് ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ തന്നെ സെക്ഷണൽ വ്യൂ ആണത്. കണ്ടില്ലേ, ടണൽ സ്ലാബ്, ഒരു മുകളിൽ ഒരു സ്ലാബ് വാർത്തിട്ട് നമ്മൾ കുറെ നീളത്തിലുള്ള ടണൽസ് ഉണ്ടാക്കും. അപ്പൊ ഈ ടണലിലൂടെയൊക്കെ വെള്ളം ഒഴുകുമ്പോൾ ആ സിൽറ്റ് അവിടെ താഴെ ഡെപ്പോസിറ്റഡ് ആവും. നമുക്ക് വായിച്ചു നോക്കാം. The figure shows a plan and section of the silt excluder. അപ്പൊ സിൽറ്റ് എക്സ്ക്ലൂഡറിന്റെ പ്ലാനും സെക്ഷനും ആണ് ഈ കാണിക്കുന്നത്. ഇതാണ് ടണൽസ്, ഇതിലൂടെയാണ് വെള്ളം ഒഴുകുക. ഇതാ ഈ ടണൽ കണ്ടോ, 1 2 3 4 5 ടണൽസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ടണലുകളിലൂടെയാണ് എന്തൊഴുകുക, വെള്ളം ഒഴുകി വരിക. Lower portion of the flow which contains heavy silt load enters the tunnel and it is then driven towards the scouring sluice. അപ്പൊ ഈ ടണലിലൂടെ വെള്ളം വന്നിട്ട് അണ്ടർ സ്ലൂയിസസ് കണ്ടോ, ഈ അണ്ടർ സ്ലൂയിസിലേക്ക് ചെല്ലും. This water passes on the downstream side of the weir through the sluice. ഈ സ്ലൂയിസിന്റെ ഉള്ളിലൂടെ ആ വരുന്ന വെള്ളം ഡൗൺസ്ട്രീമിലേക്ക് പോകും. Thus only clear water is allowed to enter the canal. അപ്പൊ മുകളിലുള്ള ആ ഒരു ക്ലിയർ വെള്ളം, സിൽറ്റ് ഒന്നും ഇല്ലാത്ത നല്ല വെള്ളം മാത്രം കനാലിലേക്ക്, ഹെഡ് റെഗുലേറ്റർ വഴി കനാലിലേക്ക് ഒഴുകും. അപ്പൊ അതാണ് സിൽറ്റ് എക്സ്ക്ലൂഡിംഗ് ഡിവൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാതും മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോമ്പണന്റ് പാർട്സ് ഓഫ് എ വിയർ ആണ്. അതായത് നമ്മളിപ്പോ ഈ ഒരു ഫിഗറിലെ റിവർ ഫ്ലോ ഉണ്ട്, അതിൽ നമുക്ക് വിയർ ഉണ്ട്. ആ വിയറിന്റെ ഓരോ പാർട്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കണം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലെ? അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച ആ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കുകളുടെ പാർട്സ് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് പാർട്ട് സിയിലോ പാർട്ട് ബിയിലോ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കോമ്പണന്റ് പാർട്സ് മാത്രം എഴുതാനാണെങ്കിൽ അത് പാർട്ട് എയിലും ചോദിക്കാം. ഓക്കെ, എന്തിനാണ് ഓരോ പാർട്ടും ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് കേട്ടോ. അത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കാണാം അവിടെ വെള്ളം അനങ്ങാതെ നിൽക്കുന്നതും. അപ്പൊ അനങ്ങാതെ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സിൽറ്റ് പാർട്ടിക്കിൾസ് താഴേക്ക് അടിഞ്ഞു കൂടുന്നതും ഒക്കെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി തന്നെ പഠിക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് കോമ്പണന്റ് പാർട്സ് ഓഫ് എ വിയർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.